ഇവിടത്തെ ലൈഫ് ഇന്ന് അല്ലെങ്കിൽ നാളെ. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായം, ഈ സംസാരിക്കുന്ന എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രായം മരിക്കാൻ പറ്റുന്ന പ്രായമാണ്. വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് കഴിയണം. ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സ് കഴിയണം. വിവാഹത്തിന് രാജ്യങ്ങളിൽ വിവിധങ്ങളായ പ്രായ തലങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും നമുക്ക് വയസ്സുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് വയസ്സ് നിർണിതമല്ല. ഏത് വയസ്സുകാരെയും എപ്പോഴും തേടിയെത്താവുന്ന യാഥാർത്ഥ്യമാണ്. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. ഏത് പ്രായവും മരിക്കാൻ പറ്റുന്ന പ്രായമാണ്. നമ്മുടെ ലൈഫ് യഥാർത്ഥത്തിൽ ഇവിടെയല്ല, ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് എപ്പോഴും അവസാനിക്കാവുന്ന ഒരു സീനാണ്. അതേ സമയത്ത് യഥാർത്ഥമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതമാണ്. അവിടെ അവാർഡ് ലഭിക്കുന്നവർ ആരാണ്? അവിടെ റാങ്ക് ഹോൾഡേഴ്സ് ആരാണ്? അവിടെ പതക്കം കിട്ടുന്നവർക്ക് ആർക്കാണ്? അവിടെ പരിഗണന ലഭിക്കുന്നവർ ആരാണ്? യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. ഈമാനും ഇൽമും ഉള്ളവർക്കാണ് അവിടെ സ്ഥാനം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രയോ ആളുകൾ ഈ പഴശ്ശി പള്ളി ഖബർസ്ഥാനിൽ ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ഖബറിൽ കിടക്കുന്ന എത്ര ആളുകളുണ്ട്. ആ ഖബറിനെ കുറിച്ച് പറഞ്ഞു, നല്ലവരാണെങ്കിൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, തെറ്റുകാരാണെങ്കിൽ അത് ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാനാണ്. നഊദു ബില്ലാഹ്. നന്മ ചെയ്തവരുടെ ഖബർ സ്വർഗത്തോപ്പാണ്, തിന്മയിൽ ജീവിച്ചവരുടെ ഖബർ നരകക്കുണ്ടാണ്. അപ്പോൾ സ്വർഗത്തമായ ഖബറിൽ കിടക്കേണ്ടവർ ഈ ലോകത്ത് സ്വർഗസ്ഥരാവേണ്ട കർമ്മങ്ങൾ ചെയ്യണം. നാളെ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നിവിടെ സ്വർഗത്തിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ റാങ്ക് കിട്ടേണ്ട ആളുകൾ അവിടത്തേക്ക് റാങ്കിന് പറ്റുന്ന പദവികൾ സെലക്ട് ചെയ്യണം. അവിടെ റാങ്ക് കിട്ടുന്നവരാരാണ്? ഒന്നാമതായി മുത്തഖീങ്ങൾക്കാണ് അവിടെ റാങ്ക് ഉള്ളത്. ശരിയായ മുത്തഖിയാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുകയും അള്ളാഹുവിനെ അറിയുകയും ചെയ്യുമ്പോഴാണ്. എന്റെ റബ്ബാരാണ്, പരിപാലകനാരാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ സർവ